ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൽസാബിദിനെ കൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി പരിപാടികൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് എൻ്റെ വർക്ക്ഷോപ്പും അതിൻ്റെ പരിസരവുമാണ്. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്ത് കാണാനാണ് അമ്പലവും. അപ്പോൾ വർക്ക്ഷോപ്പിലെ അമ്പലത്തിൻ്റെ ശ്രീകൃഷ്ണ ജയന്തിയുടെ പ്ലോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളുടെ സ്കൂളിൻ്റെയും നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ്. അതൊരു പഴയ സ്കൂളായിരുന്നു, അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മൾ സ്കൂളെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്ക്ഷോപ്പും അതിൻ്റെ ഫ്രണ്ടിലെ അമ്പലവും എല്ലാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്ലോട്ടിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ കാണാനാണ് അൽസാബിദിനെ കൊണ്ടുപോയേക്കുന്നത്. ഇത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒരു പ്ലോട്ടാണ്. ഒരു ഗരുഡൻ്റെ ഇത് പ്ലോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രീകൃഷ്ണ ജയന്തിയുടെ മറ്റൊരു പ്ലോട്ടാണ്. ഒരു രഥമാണ്. ഇതിലായിരിക്കും ശ്രീകൃഷ്ണനും അർജുനനും ഒക്കെ നിൽക്കുന്നത്. ഗരുഡൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികളും മറ്റുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അപ്പു ആണ് ഈ പ്ലോട്ട് ഉണ്ടാക്കിയ കലാകാരൻ. അപ്പു ഒരു ചെറിയ കലാകാരനാണ്, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അവൻ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അപ്പു ഗരുഡൻ്റെ പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളും നോക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പു ഒരു കലാകാരനാണ്. ഇതുപോലെയുള്ള പ്ലോട്ടുകൾ മാത്രമല്ല, ചെറിയ കൊച്ചു കഥകളും എഴുതുന്നുണ്ട് വരുന്ന ഒരു കലാകാരനും കൂടിയാണ് അപ്പു. അൽസാബിദ് തൊട്ടടുത്ത് തന്നെയുണ്ട്. പുള്ളി ആ പ്ലോട്ടുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാരണം നമ്മൾ കൊണ്ടുവന്നതാണ്. ആ പ്ലോട്ടുകളുടെയൊക്കെ നിർമ്മാണം കഴിഞ്ഞ് രാത്രിയിൽ ഘോഷയാത്ര തുടങ്ങുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഘോഷയാത്ര തുടങ്ങുന്നതല്ല, അവസാനിക്കുന്നതാണ് നമ്മുടെ അമ്പലത്തിൽ. എല്ലാം നിന്ന് കാണുന്നുണ്ട്.